നമസ്കാരം. പച്ചവിരൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സീതപ്പഴത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. വലിയ പരിചരണങ്ങളില്ലാതെ നമ്മുടെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന നിരവധി പോഷക ഗുണങ്ങളുള്ള ഒരു പഴച്ചെടിയാണ് സീതപ്പഴം. ഈ പഴത്തിന് കട്ടിയുള്ള പുറന്തോലിയാണ് ഉള്ളതെങ്കിലും ഉള്ളിലുള്ള മാംസളമായ ഭാഗത്തിന് മനം മയക്കുന്ന മധുരമാണ്. സീതപ്പഴം ജ്യൂസാക്കി കുടിച്ചാൽ ഇതിൽ പരം രുചികരമായ പാനീയം വേറെയില്ല. ഈ പഴം ശരിക്കും പഴുത്തു കഴിയുമ്പോൾ പുറന്തോടിൻ്റെ ഉൾഭാഗം ഇതുപോലെ വെള്ളക്കടലിലേക്ക് പൊട്ടി വരും. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. ഉള്ളിൽ മാംസളമായ ഭാഗത്തോടൊപ്പം ധാരാളം കറുത്ത വിത്തുകൾ ഉണ്ടാകും. ഇത് ഒരു പഴത്തിൽ നിന്ന് കിട്ടിയ വിത്തുകളാണ്. ഏകദേശം 20ഓളം എണ്ണമുണ്ട്. പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമായ ഒന്നാണെന്ന കാര്യം നമുക്കെല്ലാം അറിയാം. മാത്രമല്ല, ഏതൊരാളുടെയും ഭക്ഷണക്രമത്തിൽ അനിവാര്യമായി ഉൾപ്പെടുത്തേണ്ടത് കൂടിയാണ് ഇത്തരത്തിലുള്ള പഴങ്ങൾ. ഇത്തരത്തിൽ ആരോഗ്യ പരിപാലനത്തിനായി നമ്മുടെ ഭക്ഷണക്രമത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം. സുഹൃത്തുക്കളെ, സീതപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണി പറഞ്ഞാലും തീരില്ല. അൾസർ, അസിഡിറ്റി എന്നിവയെ അകറ്റാൻ ഏറ്റവും സഹായകരമാണ് സീതപ്പഴം. സീതപ്പഴത്തിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച അകറ്റാൻ മികച്ചതാണ്. വിറ്റാമിൻ സിയും നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പുഷ്ടമായ സീതപ്പഴം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവിനെ ക്രമപ്പെടുത്തുന്നതോടൊപ്പം പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തിന് സീതപ്പഴം വളരെ മികച്ചതാണ്. ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയ ഈ പഴം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഈ പഴം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. കൂടാതെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് മികച്ചതാണ്. വെയിൽ അധികം എത്താത്ത സ്ഥലങ്ങളിലും ഈ ചെടി നന്നായി വളരും. ഞങ്ങളുടെ സീതപ്പഴ ചെടി നിൽക്കുന്നത് നല്ല ചോലയിലാണ്. എങ്കിലും 2 വർഷങ്ങൾ കൊണ്ട് നിറയെ പഴങ്ങളുണ്ടായി. സുഹൃത്തുക്കളെ, ഇത്രയധികം പോഷകസമൃദ്ധമായ സീതപ്പഴം നട്ടുവളർത്താൻ പ്രത്യേക പരിചരണങ്ങളോ വളപ്രയോഗങ്ങളോ ശാസ്ത്രീയമായ കൃഷിരീതികളോ ആവശ്യമില്ല. ഈ പഴത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം അകറ്റാനും ദഹന പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും സഹായിക്കും. കലോറി വളരെ കുറഞ്ഞ സീതപ്പഴം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സീതപ്പഴത്തിൻ്റെ പ്രത്യേക രുചി കൊച്ചുകുട്ടികൾ മുതൽ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ റോഡരികിൽ സീതപ്പഴം കുട്ടയിലാക്കി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് യാത്രക്കിടയിൽ പലപ്പോഴും നാം കാണാറുണ്ടല്ലോ, നമ്മൾ വാങ്ങാറുമുണ്ട്. എന്നാൽ ആത്തവർഗത്തിൽപ്പെട്ട എല്ലാ പഴങ്ങളും മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് ഉടനെ കഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ സമ്പൂർണ്ണമായ രുചി നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ.
ചില സ്ഥലങ്ങളിൽ ഷുഗർ ആപ്പിൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പഴം ആത്തവർഗത്തിൽപ്പെട്ട മറ്റ് പഴങ്ങളായ ആത്തയ്ക്ക, മുള്ളാത്ത, റൊളേനിയ എന്നീ പഴങ്ങൾ പോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ്. ആത്തവർഗത്തിൽപ്പെട്ട മറ്റ് ചെടികളുടെ അത്ര വലിപ്പം വയ്ക്കാത്തതിനാൽ ഡ്രമ്മിലോ വലിയ ചട്ടിയിലോ സ്ഥലപരിമിതി ഉള്ളവർക്കും വളർത്തിയെടുക്കാം എന്ന പ്രത്യേകതയും ഈ ചെടികൾക്കുണ്ട്. വിത്തുകൾ ഗ്രോ ബാഗിൽ പാകി നിർത്തിയാൽ മിക്കവാറും എല്ലാം തന്നെ മുളച്ച് കിട്ടും. കാണുന്ന പോലെ പുറംതൊലിക്ക് നല്ല കട്ടിയുള്ളതിനാൽ മുളച്ച് കിട്ടാൻ കുറേ സമയമെടുക്കും കേട്ടോ. ഇങ്ങനെ മുളപ്പിച്ച് കിട്ടുന്ന തൈകൾക്ക് ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ 2 വർഷം കൊണ്ട് സാധാരണ വളപ്രയോഗത്തിലൂടെ പഴങ്ങളുണ്ടാവും. നമ്മുടെ കാലാവസ്ഥയിൽ പ്രത്യേക കീടബാധകളൊന്നുമില്ലാതെ സമൃദ്ധമായി വളർന്ന് നിറയെ പഴങ്ങൾ നൽകുന്ന സീതപ്പഴച്ചെടി ഒരെണ്ണമെങ്കിലും വാങ്ങി നടുവാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. നന്ദി, നമസ്കാരം.